ഞാൻ ആദ്യം തന്നെ ഇവിടെ 3 പേജുകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏതൊക്കെ കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര സീറ്റ് ഉണ്ട്, അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സൈറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തുക. ഇവിടെ നമുക്ക് കാണാം രജിസ്റ്റർ ID അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് അടിക്കുക, അതേപോലെ പാസ്വേഡ് അടിക്കുക, ക്യാപ്ച ID അടിക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് എത്തും. ഈ പേജിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും കോളേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ കോളേജ് ഓപ്ഷനിൽ നമുക്ക് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കോളേജാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ കോളേജിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നേരത്തെ കാണിച്ച 62 കോളേജും ഇതിലുണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ. ഇതിൽ നമുക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത്, നമ്മുടെ റാങ്കിനനുസരിച്ചുള്ള കോളേജ് എന്ന് തോന്നുന്നത്, അത് നമുക്ക് ഓർഡറിൽ പ്ലസ് ഐക്കൺ ഞെക്കി ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓർഡറിൽ വേണം. അതായത് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു കോളേജ് ഉണ്ടല്ലോ, ആ കോളേജ് എനിക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് അത് ഞെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് ഏതാണോ വെക്കേണ്ടത് അത് വേണം നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്തൊരെണ്ണം കാണിച്ചു തരാം. ഇപ്പം ഞാൻ പ്ലസ് ഐക്കൺ ഞെക്കിയപ്പോൾ എനിക്കവിടെ 1 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി ഞാൻ 2 എണ്ണം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓർഡറിൽ ഞെക്കണതിനനുസരിച്ച് അവിടെ 1, 2, 3 എന്നായിട്ട് വരും. ഇനി നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ, നമ്മൾ ഓൾറെഡി ഓർഡറൊക്കെ ചെയ്തു, അതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഇപ്പം ഞാൻ 2ഉം 3ഉം ആണ് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ രണ്ടാമത് ഇടണം, രണ്ടാമത്തെ മൂന്നാമത്തെ ആക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കവിടെ നമുക്ക് സൈഡിൽ കാണാമല്ലോ, ഒരു ബോക്സ് കാണാമല്ലോ നമ്പർ എഴുതിയിട്ട്, അവിടെ 2 മാറ്റിയിട്ട് 3 ആക്കുക. അതേപോലെ 3 ഉള്ളിടത്ത് 3 മാറ്റിയിട്ട് 2 ആക്കുക. അപ്പോൾ അത് ചേഞ്ചായി വരും. അപ്പോൾ എല്ലാവരും നല്ല കോളേജ് നോക്കി തീരുമാനിക്കുക. അതേപോലെ LBSൽ നമുക്ക് ലിമിറ്റ് ഇല്ല. നമുക്കിപ്പോൾ 62 കോളേജ് ഉണ്ടെങ്കിൽ 62 കോളേജും വയ്ക്കാൻ പറ്റും. ഓരോ വട്ടം ചേഞ്ച് വരുത്തുമ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആൻഡ് സേവ് ഞെക്കണം. അത് കഴിഞ്ഞ് എല്ലാം ഫൈനലൈസായി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ സബ്മിറ്റ് ഞെക്കുക. ടോപ്പ് പ്രയോറിറ്റി ഉള്ളത് ആദ്യം വയ്ക്കാൻ ശ്രദ്ധിക്കുക. താങ്ക്